പ്ലസ് ടു കഴിഞ്ഞാൽ മിക്ക സ്റ്റുഡൻസിൻ്റെയും വലിയൊരു ഡൗട്ടാണ് ACCയിൽ മാത്സ് ഉണ്ടോ, അല്ലെങ്കിൽ സ്കൂളിൽ ഞാൻ മാത്സിൽ ഭയങ്കര വീക്കായിരുന്നു, എനിക്ക് ACCയെ പാസ് ആവാൻ പറ്റുമോ എന്നത്. സോ ഇന്ന് നമ്മൾ ഈ മിത്ത് കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്. ACC പഠിക്കാൻ അഡ്വാൻസ് മാത്സ് ഒന്നും വേണ്ട. സ്കൂളിൽ മാത്സിൽ ആവറേജ് ആയിരുന്ന പലരും ഇന്ന് ACC അഫിലിയേറ്റ്സ് ആണ്. കാരണം ACC ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ കാൽക്കുലേഷൻസ് അല്ല, കോൺസെപ്റ്റ്സ് ആൻഡ് കൺസിസ്റ്റൻസി ആണ്. അതുകൊണ്ട് മാത്സിൽ വീക്ക് ആണെന്ന് കരുതി നിങ്ങളുടെ ഡ്രീം ഡ്രോപ്പ് ചെയ്യേണ്ട. മേ ബി ACC is exactly for you. പലരും ACCനെ ഇന്ത്യൻ CA ഫൗണ്ടേഷനെ കമ്പയർ ചെയ്ത് പേടിക്കാറുണ്ട്. കാരണം CA ഫൗണ്ടേഷനിൽ മാത്സ് ആൻഡ് ലോജിക്കൽ റീസണിംഗ് അടങ്ങിയ ഒരു ഡെഡിക്കേറ്റഡ് പേപ്പർ തന്നെയുണ്ട്. പക്ഷേ ACCയുടെ 13 എക്സാംസ് മുഴുവൻ എടുത്തു നോക്കിയാലും ഒരു ഡെഡിക്കേറ്റഡ് മാത്സ് പേപ്പർ പോലുമില്ല. പിന്നെ എങ്ങനെയുള്ള മാത്സ് ആണ് ACCയിൽ ഉള്ളത്? വെറും ബേസിക് ലെവൽ മാത്സ് മാത്രം. അതായത് നമ്മൾ വളരെ ബേസിക് ആയി പഠിക്കുന്ന അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, പിന്നെ കുറച്ച് ഓൾജിബ്രൈക് ഇക്വേഷൻസ്. സോ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് അല്ലാത്ത ആർട്സ് സ്റ്റുഡൻസിന് പോലും ACC വളരെ സിമ്പിളായി ക്ലിയർ ചെയ്യാൻ പറ്റും. ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് അറിയാമോ? എക്സാമിന് ആവശ്യമായ ഫോർമുല ഷീറ്റ്സ് പോലും ACC തന്നെ പ്രൊവൈഡ് ചെയ്യും. കാരണം ACC ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഫോർമുലാസ് മനഃപ്പാഠമാക്കിയോ എന്നുള്ളതല്ല, ആ ഫോർമുലാസ് വെച്ച് നിങ്ങൾക്ക് ബിസിനസ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്നതാണ്. സോ റിമെമ്പർ ദിസ്, ACC ഈസ് മോർ അബൌട്ട് ലോജിക്, കോൺസെപ്റ്റ് ആൻഡ് സ്മാർട്ട് തിങ്കിങ്, നോട്ട് ഹാർഡ് കോർ മാത്സ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് കരുതുന്നു. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.